Hello friends, welcome to Groww Malayalam. This is Shayas Rabia Muideen. Investing world like kadanu കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില ഫീലിംഗ്സ് ഇങ്ങനെയൊക്കെ ആവും. മിഡ് ക്യാപ് സ്റ്റോക്സ് കൊള്ളാം, ഓവറോൾ നല്ല റിട്ടേൺസ് തരുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുക, മിഡ് ക്യാപ് അസറ്റ് അലോക്കേഷൻ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇല്ല. അടിപൊളി അല്ലേ? പിന്നെ എപ്പോഴോ തോന്നി സ്മോൾ ക്യാപ് ഫണ്ട്സ് നമുക്ക് നല്ല റിട്ടേൺസ് തരുന്നുണ്ട് എന്ന്. പക്ഷേ മാർക്കറ്റ് താഴെ പോകുമ്പോഴൊക്കെ സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തവരുടെ പോർട്ട്ഫോളിയോ റെഡ് ആകുന്നും ഉണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാവും. അപ്പോൾ മാർക്കറ്റിന്റെ കണ്ടീഷൻസ് അനുസരിച്ച് ഇവയിലൊക്കെ അസറ്റ് അലോക്കേഷൻ നടത്തുന്ന ഏതെങ്കിലും ഫണ്ട് ഉണ്ടെങ്കിൽ നന്നായേനെ എന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഒരു ഫണ്ട് ഉണ്ട്, ഫ്ലെക്സി ക്യാപ് ഫണ്ട്. ഈ ഫണ്ടുകളിലൂടെ നമുക്ക് സ്മോൾ ക്യാപ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടുകളിൽ നിന്നുള്ള ഗുഡ് റിട്ടേൺസും ലാർജ് ക്യാപ് സ്റ്റോക്സിൽ നിന്നുള്ള സ്റ്റെബിലിറ്റിയും കിട്ടും. അങ്ങനെ മാർക്കറ്റിന്റെ ഉയർച്ച താഴ്ചകൾക്കിടയിലൂടെ സേഫായി മുന്നോട്ട് പോകാൻ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ നമ്മളെ സഹായിക്കും. കൊള്ളാല്ലേ പരിപാടി? അപ്പോൾ ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്ന് പഠിക്കാം. തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം അറിയിക്കാനുള്ളത്, ഗ്രോ മലയാളം ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. അവിടെയും നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. അപ്പോൾ ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് പല മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻസിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉള്ള ഫണ്ടുകളാണ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ്. ലാർജ് ക്യാപ്, മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് കമ്പനീസിൽ ഇവ ഇൻവെസ്റ്റ് ചെയ്യും. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ റേഷ്യോ ഒന്നുമില്ല. ഫണ്ട് മാനേജർ തീരുമാനിക്കും ഓരോ മാർക്കറ്റ് ക്യാപ്പിലും എത്ര വീതം ഇൻവെസ്റ്റ് ചെയ്യണം എന്ന്. മാർക്കറ്റ് എൻവയോൺമെന്റ് കണക്കിലെടുത്ത് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജികൾ ബേസ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. മാർക്കറ്റ് ക്രാഷിന്റെ സമയത്ത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ലാർജ് ക്യാപ്പിലേക്ക് ഫണ്ട് മാനേജർ തിരിയാനാണ് സാധ്യത കൂടുതൽ. ആൻഡ് മാർക്കറ്റിൽ ഒരു ബുൾ റൺ ഉണ്ടാകുമ്പോൾ ആൽഫ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോൾ ക്യാപ്സിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തേക്കാം. ഫണ്ടിന്റെ പോർട്ട്ഫോളിയോയിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റ് ക്യാപ്പിൽ ഇത്ര അലോക്കേറ്റ് ചെയ്തോളണം എന്നിങ്ങനെയുള്ള ഒരു പരിമിതി ഒന്നും ഫണ്ട് മാനേജർക്ക് ഇല്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റഡ് ബിസിനസ്സിൽ നിന്നും കംപ്ലീറ്റ് റിട്ടേൺ പൊട്ടൻഷ്യൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ഇടത്തരം പെർഫോമൻസ് മാത്രം കാണിക്കുന്ന കമ്പനീസിൽ നിന്നും പുറത്തു കടക്കാനൊക്കെയുള്ള ഫ്രീഡം ഇവിടെ ഫണ്ട് മാനേജർക്ക് ഉണ്ട്. ഈ ഫ്രീഡം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് സ്മോൾ ക്യാപ്സിൽ ഒരു നിശ്ചിത അലോക്കേഷൻ നടത്തിയിരിക്കണം എന്നൊരു കൺസ്ട്രെയിൻ ഫണ്ട് മാനേജർക്ക് മുൻപിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾക്ക് സ്മോൾ ക്യാപ് സ്റ്റോക്സ് താഴേക്ക് പോകുന്ന സാഹചര്യത്തിലും ആ അലോക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ ഫണ്ടിന്റെ NAVയെ അത് ബാധിക്കും. പക്ഷേ ഫ്ലെക്സി ക്യാപ് ഫണ്ടിന് ഇങ്ങനെ ഒരു പരിധി ഇല്ലാത്തത് കൊണ്ട് ഫണ്ട് മാനേജർക്ക് മുഴുവനായും വേണമെങ്കിൽ സ്മോൾ ക്യാപ്സിൽ നിന്നും എക്സിറ്റ് ചെയ്തുകൊണ്ട് ഫണ്ട് റിട്ടേൺസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് നമുക്ക്. ഒന്നാമത്തേത്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ അക്രോസ് ഡിഫറെന്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇവ നൽകുന്നുണ്ട്. മാർക്കറ്റ് കണ്ടീഷന് അനുസരിച്ച് പോർട്ട്ഫോളിയോയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്നുള്ളത് കൊണ്ട് റിസ്ക് ലഘൂകരിക്കും. ഇവ പലതരത്തിലുള്ള മാർക്കറ്റ് സൈക്കിൾസിലൂടെ മുന്നോട്ട് പോകാനുള്ള കഴിവുള്ളത് കൊണ്ട് ബെറ്റർ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യും. പിന്നെ ഡിഫറെന്റ് മാർക്കറ്റ് കണ്ടീഷൻസിലും പാകത്തിനുള്ള അസറ്റ് അലോക്കേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക്. മാത്രമല്ല, നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാർജ്, മിഡ് ആൻഡ് സ്മോൾ ക്യാപ് കാറ്റഗറീസിൽ സെപ്പറേറ്റ് മ്യൂച്വൽ ഫണ്ട്സിലൂടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഫ്ലെക്സി ഫണ്ട്സ് ഓട്ടോമാറ്റിക് ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്തോളും നമുക്ക്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഫ്ലെക്സി ക്യാപ് ഫണ്ട് തിരഞ്ഞെടുക്കണം എന്നാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയെ കുറിച്ചാണ്. ഇതാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങളുടെ പണം ഒരു സേഫ് പ്ലേസിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ക്വാളിറ്റിയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുഡ് റെപ്യൂട്ടേഷൻ ആൻഡ് ബ്രാൻഡ് ഉള്ള അസറ്റ് മാനേജ്മെന്റ് കമ്പനി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ടുകൾ മിസ്യൂസ് ചെയ്ത ചില കമ്പനികളുടെ കേസുകളും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ഹിസ്റ്ററീസ് ഉള്ള അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. രണ്ടാമത്തേത് റിസ്ക് ആണ്. ഏത് തരം ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോഴും അതിനു മുൻപ് നമ്മൾ നമ്മുടെ റിസ്ക് എടുക്കാനുള്ള ശേഷിയെക്കുറിച്ച് ആലോചിച്ച് മനസ്സിലാക്കണം. പിന്നെ ഇൻവെസ്റ്റ്മെന്റിൽ അടങ്ങിയിട്ടുള്ള റിസ്ക് അസസ് ചെയ്യണം. എന്നിട്ട് അത് നമ്മുടെ റിസ്ക് പ്രൊഫൈലുമായിട്ട് ചേർന്ന് പോകുന്നുണ്ടോ എന്ന് ഉറപ്പാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ. ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് മാർക്കറ്റ് ക്യാപ്സിലുള്ള ബിസിനസ്സിലാണെങ്കിലും മിനിമം 65% ഇൻവെസ്റ്റ്മെന്റ് ഇക്വിറ്റിയിൽ ആയിരിക്കണമെന്ന് സെബിയുടെ നിബന്ധനയുണ്ട്. അതുകൊണ്ട് ഇക്വിറ്റി അസറ്റ് ക്ലാസിന്റെ റിസ്കുകൾ ഈ ഫണ്ടുകൾക്കും ബാധകമാണ്. ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളുടെ NAVയെ മാർക്കറ്റ് വോളറ്റിലിറ്റി നന്നായിട്ട് ബാധിക്കും. കൂടാതെ അസറ്റ് അലോക്കേഷൻ അനുസരിച്ച് സ്മോൾ ക്യാപ് ആൻഡ് മിഡ് ക്യാപ് കാറ്റഗറി ബിസിനസ്സുകളുടെ റിസ്കുകളും ഈ ഫണ്ടുകളെ ബാധിക്കാവുന്നതാണ്. ഭൂരിഭാഗം ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളും മോഡറേറ്റ് ടു ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. മൂന്നാമത്തെ കാര്യം റിട്ടേൺസ് ആണ്. ഫ്ലെക്സി ഫണ്ട്സ് ഇക്വിറ്റി ഫണ്ട്സിനെ പോലെ റിട്ടേൺസ് നൽകുന്നവയാണ്. കിട്ടുമ്പോൾ നല്ല റിട്ടേൺസ് ഉണ്ടാകും, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് താഴെ പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോങ്ങർ ടേമിലേക്കായിട്ട് വേണം
ഇതിന്റെ റിട്ടേൺസിന്റെ സ്ഥിരത നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ 2 കൊല്ലം സുപ്പീരിയർ പെർഫോമൻസ് കാണിച്ചു എന്ന് വെച്ച് മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. അത് ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻ ആ കാലത്ത് അനുകൂലമായതുകൊണ്ട് മാത്രമാവാം. അപ്പോൾ നമ്മുടെ ലോങ്ങർ ടേമിലേക്ക് വേണം റിട്ടേൺസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫണ്ടിന്റെ പോർട്ട്ഫോളിയോയിലുള്ള അലോക്കേഷൻ അനുസരിച്ച് റിട്ടേൺസ് മാറി മറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഫണ്ട് മാനേജറുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിക്ക് ഒരു വലിയ റോൾ ഉണ്ട്. ഒരു അഗ്രസീവ് ഫണ്ട് മാനേജർ കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ വേണ്ടി കൂടുതലും സ്മോൾ ആൻഡ് മിഡ് ക്യാപ്സിലായിരിക്കാം ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ എന്തായാലും സ്മോൾ ക്യാപ് കമ്പനീസിന്റെ ഒരു സ്വഭാവം വെച്ച് റിട്ടേൺസിൽ ഒരു ഹയർ ഡിഗ്രി വോളറ്റിലിറ്റി ഉണ്ടായിരിക്കും. ഒരു ഹെൽപ്ഫുൾ ടിപ്പ് കൂടി പറയാം. ഇൻവെസ്റ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ കൂടുന്തോറും ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിൽ നിന്നുള്ള റിട്ടേൺസും കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഫണ്ടുകളിൽ അറ്റ്ലീസ്റ്റ് 5 to 7 years ഡ്യൂറേഷൻ എങ്കിലും മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. അടുത്തത് അസറ്റ് മിക്സ് ആണ്. ഒരു ഫ്ലെക്സി ഫണ്ട് ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ പോർട്ട്ഫോളിയോയിലുള്ള ബിസിനസ്സുകൾ ചെക്ക് ചെയ്യാൻ മറക്കരുത്. ബിസിനസ് ഒക്കെ ലാർജ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് ആണെങ്കിൽ, അതായത് ലാർജ് ക്യാപ്പുകളിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന പോർട്ട്ഫോളിയോ ആണെങ്കിൽ റിസ്ക് കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും, അതേസമയം റിട്ടേൺസ് സ്ലൈറ്റ്ലി കുറവായിരിക്കും. പിന്നെ ഇക്വിറ്റി പാർട്ട് ഏതെങ്കിലും ഒരു സെക്ടറിലേക്ക് വല്ലാതെ ചായ്വ് കാണിക്കുന്നത് നല്ല കാര്യമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സെക്ടറിന് അമിതമായിട്ടുള്ള അണ്ടർ പെർഫോമൻസ് വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ഫണ്ടിന്റെ റിട്ടേൺസിനെ അത് ബാധിക്കും. മുൻകാലങ്ങളിലെ മാർക്കറ്റ് സൈക്കിൾസ് കണക്കിലെടുത്താണ് അസറ്റ് മിക്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആവുമ്പോൾ ഭാവിയിൽ ഈ ഫണ്ടിന്റെ സ്വഭാവം എങ്ങനെ ആയിരിക്കും എന്നൊരു ഐഡിയ നമുക്ക് കിട്ടും. അടുത്തത് എക്സ്പെൻസ് റേഷ്യോ ആണ്. എക്സ്പെൻസ് റേഷ്യോ ഒരു സ്കീമിന്റെ ഓവറോൾ റിട്ടേൺസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ ഉള്ള ഫ്ലെക്സി ക്യാപ് ഫണ്ട് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ എക്സ്പെൻസ് റേഷ്യോ സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റിൽ കാണാൻ പറ്റും. സാധാരണ പുതിയ സ്കീമുകൾക്ക് ഹൈ എക്സ്പെൻസ് റേഷ്യോ ആണ് ഉണ്ടാകാറുള്ളത്. ഒരു സ്കീമിന്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് കൂടുമ്പോൾ സാധാരണഗതിയിൽ എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഇനി ഒരു ഹെൽപ്ഫുൾ ടിപ്പ് പറയാനുള്ളത്, ഡയറക്റ്റ് ഓപ്ഷൻ ഇൻവെസ്റ്റ്മെന്റ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഏജന്റ് വഴിയുള്ള റെഗുലർ ഓപ്ഷൻ ഓഫ് ഇൻവെസ്റ്റിംഗിന് ഉയർന്ന എക്സ്പെൻസ് റേഷ്യോ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഓവറോൾ റിട്ടേൺസിനെയും അത് ബാധിക്കും. മാത്രമല്ല അസറ്റ് മാനേജ്മെന്റ് കമ്പനിയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പ്ലാറ്റ്ഫോം അഗ്രിഗേറ്റേഴ്സിന് എക്സസ് ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ നോക്കേണ്ടത് ഫണ്ട് മാനേജറെയാണ്. ഫ്ലെക്സി ക്യാപ് ഫണ്ട് പോലെ ഒരു ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഒരു ഫണ്ട് മാനേജറെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ട് ചൂസ് ചെയ്യുമ്പോൾ ഫണ്ട് മാനേജറുടെ ട്രാക്ക് റെക്കോർഡ് പഠിക്കുക. ഈ അടുത്ത് ഫണ്ട് മാനേജറെ ചേഞ്ച് ചെയ്ത സ്കീമുകൾ ഒഴിവാക്കുക. ഫണ്ട് മാനേജർക്ക് ഒന്ന് സെറ്റിലായി അയാളുടെ ഫണ്ട് മാനേജ്മെന്റ് സ്ട്രാറ്റജി ഫൈനലൈസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ച് മാസങ്ങൾ എടുക്കും. ഭൂരിഭാഗം ഫണ്ട് മാനേജേഴ്സും വെൽ ക്വാളിഫൈഡ് ആയിരിക്കും ഈ റോളിന്. പക്ഷെ എന്നാലും ലോങ് ടേമിൽ നോക്കുമ്പോൾ എക്സ്പീരിയൻസ് ടാലന്റിനെ വെല്ലും എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ട് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ചൂസ് ചെയ്യുമ്പോൾ ആ ഫണ്ട് മാനേജ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഫണ്ട് മാനേജർ ഉണ്ട് എന്ന് ഉറപ്പാക്കുക. ഇനി ഹെൽപ്ഫുൾ ടിപ്പായിട്ട് പറയാനുള്ളത്, ഫണ്ട് മാനേജറുടെ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ തോട്ട് പ്രോസസ് എന്താണെന്നൊക്കെ ഏകദേശം ഐഡിയ കിട്ടും. അപ്പോൾ അതുകൂടെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ചില ടോപ്പ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് സ്കീംസ് എന്തൊക്കെയാണെന്ന് പറയാൻ പോവുകയാണ്. സെപ്റ്റംബർ 29, 2022 പ്രകാരമുള്ള റിട്ടേൺസ് ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫണ്ട് ഈസ് SBI ഫോക്കസ്ഡ് ഇക്വിറ്റി ഫണ്ട് ഡയറക്ട് പ്ലാൻ. ഈ ഫണ്ടിന്റെ 5 വർഷത്തെ CAGR റിട്ടേൺസ് അറൌണ്ട് 15.17% ആണ്. അതായത് കഴിഞ്ഞ 5 വർഷം 5000 രൂപ വീതമുള്ള ഒരു SIP ഈ ഫണ്ടിൽ നിന്ന് നമ്മൾ നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ 4,41,720 രൂപ ആയിട്ടുണ്ടാകുമായിരുന്നു അത്. ഈ ഫണ്ടിന്റെ കുറച്ച് ഹിസ്റ്റോറിക്കൽ റിട്ടേൺസ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് ഈ ഫണ്ടിന്റെ അലോക്കേഷനിൽ ഇക്വിറ്റി പോർഷൻ അറൌണ്ട് 92.3%, ബാക്കി 7% ക്യാഷ് ആയിട്ടുമാണ് ഉള്ളത് എന്നാണ്. ഇനി ഫണ്ടിന്റെ സെക്ടർ വൈസ് ഇക്വിറ്റി അലോക്കേഷൻ സ്ക്രീനിൽ കാണാം. ആൻഡ് ഓൾസോ ഈ ഫണ്ടിന്റെ ഒരു ബെറ്റർ അനാലിസിസിന് വേണ്ടിയിട്ട് ഇതിന്റെ ചില കീ റേഷ്യോസും നമുക്ക് നോക്കാം. സെക്കൻഡ് ഫണ്ട് ഈസ് PGIM ഇന്ത്യ ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്ട് പ്ലാൻ. ഈ ഫണ്ടിന്റെ 5 വർഷത്തെ CAGR റിട്ടേൺസ് അറൌണ്ട് 16.37% ആണ്. അതായത് കഴിഞ്ഞ 5 വർഷം 5000 രൂപ വീതമുള്ള ഒരു SIP ഈ ഫണ്ടിൽ നമ്മൾ നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ 4,83,961 രൂപ ആയിട്ടുണ്ടാകുമായിരുന്നു അത്. ഈ ഫണ്ടിന്റെ ഹിസ്റ്റോറിക്കൽ റിട്ടേൺസ് ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നത് ഈ ഫണ്ടിന്റെ അലോക്കേഷനിൽ ഇക്വിറ്റി പോർഷൻ അറൌണ്ട് 95.2%, 5.1% ക്യാഷ് ആയിട്ടുമാണ് ഉള്ളത് എന്നാണ്. ഇനി ഫണ്ടിന്റെ സെക്ടർ വൈസ് ഇക്വിറ്റി അലോക്കേഷൻ സ്ക്രീനിൽ കാണാം. ആൻഡ് ഓൾസോ ഈ ഫണ്ടിന്റെ ഒരു ബെറ്റർ അനാലിസിസിന് വേണ്ടിയിട്ട് ഇതിന്റെ ചില കീ റേഷ്യോസും നമുക്ക് നോക്കാം. പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്. ഈ ഫണ്ടിന്റെ 5 വർഷത്തെ CAGR റിട്ടേൺസ് അറൌണ്ട് 17.20% ആണ്. അതായത് കഴിഞ്ഞ 5 വർഷം 5000 രൂപ വീതമുള്ള ഒരു SIP ഈ ഫണ്ടിൽ നമ്മൾ നടത്തിയിരുന്നുവെങ്കിൽ 4,78,494 രൂപ ആയിട്ടുണ്ടാകുമായിരുന്നു അത്. ഇനി ഈ ഫണ്ടിന്റെ ഹിസ്റ്റോറിക്കൽ റിട്ടേൺസ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ആൻഡ് ഈ ഫണ്ടിന്റെ അലോക്കേഷനിൽ ഇക്വിറ്റി പോർഷൻ അറൌണ്ട് 89.9%, 9.5% ക്യാഷ് ആയിട്ടുമാണ് ഉള്ളത്. ഇനി ഈ ഫണ്ടിന്റെ സെക്ടർ വൈസ് ഇക്വിറ്റി അലോക്കേഷൻ സ്ക്രീനിൽ കാണാം. ഇനി ഈ ഫണ്ടിന്റെ കീ റേഷ്യോസും നമുക്ക് നോക്കാം. നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ഫണ്ട് ക്വാഡ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ആണ്. ഈ ഫണ്ടിന്റെ 5 വർഷത്തെ CAGR റിട്ടേൺസ് അറൌണ്ട് 18.91% ആണ്.
അതായത് കഴിഞ്ഞ 5 വർഷം 5000 രൂപ വീതമുള്ള ഒരു SIP ഈ ഫണ്ടിൽ നമ്മൾ നടത്തിയിരുന്നുവെങ്കിൽ 5,81,237 രൂപ ആയിട്ടുണ്ടാകുമായിരുന്നു അത്. ഇനി ഈ ഫണ്ടിന്റെ ഹിസ്റ്റോറിക്കൽ റിട്ടേൺസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇപ്പോൾ. മാത്രമല്ല ഈ ഫണ്ടിന്റെ അലോക്കേഷനിൽ ഇക്വിറ്റി പോർഷൻ അറൌണ്ട് 99.5% ആണുള്ളത്. ഇനി ഇതിന്റെ സെക്ടർ വൈസ് ഇക്വിറ്റി അലോക്കേഷൻ നമുക്ക് നോക്കാം. ആൻഡ് ഓൾസോ ചില കീ റേഷ്യോസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഫ്ലെക്സി ക്യാപ് ഫണ്ടിലൂടെ നമുക്ക് സ്മോൾ ക്യാപ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടുകളിൽ നിന്നുള്ള ഗുഡ് റിട്ടേൺസും ലാർജ് ക്യാപ് സ്റ്റോക്സിൽ നിന്നുള്ള സ്റ്റെബിലിറ്റിയും കിട്ടുമെന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. പക്ഷേ ഹെൽത്തി റിട്ടേൺസ് കിട്ടണമെങ്കിൽ ഫണ്ട് മാനേജറുടെ ഇൻവെസ്റ്റിംഗ് ഫിലോസഫി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് ഓർപ്പിക്കുകയാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ നൽകുന്നില്ല. അപ്പോൾ വീണ്ടും നമ്മുടെ ഗ്രോ മലയാളത്തിന് ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഉള്ളത് നിങ്ങൾ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ അതിൽ കൂടെ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.